ഹലോ നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗോപിനാഥ് മുതുകാടായിട്ടുള്ള ഇഷ്യൂ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്തതാണ്. എന്റെ ചാനലിൽ 2 വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സുനിത ദേവദാസ് ചാനലിലാണ് ഇതിനെ പറ്റി ഒരുപാട് വീഡിയോസ് വരികയും അതേപോലെ സീക്രട്ട് ഏജന്റേതായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ഇഷ്ടംപോലെ വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിത് ഇവിടെ പറയാൻ കാരണം നമ്മുടെ ട്രിക്സ് ബൈ ഫാസിൽ എന്ന് പറയുന്ന നമ്മുടെ ഫാസിലിക്കയുടെ ചാനല്, ഞാനും ആ ചാനലിൽ ഒരു സബ്സ്ക്രൈബറാണ്. എനിക്ക് ഫാസിലിക്കേന് അതേപോലെ ഫാസിലിക്കയുടെ ചാനലിന് നല്ല ഇതാണ്. കാരണം എന്താ പറയുക, അന്ധവിശ്വാസങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള നുണപ്രചരണങ്ങളെ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ഒരു ചാനലാണ് കഴിഞ്ഞ കാലം വരെ എടുത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ വരാൻ കാരണം ഇന്ന് ആ ചാനലിൽ ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു വീഡിയോ ഇടുകയുണ്ടായി. പക്ഷെ ഇന്നത്തെ ഒരു ഇതില് കഴിഞ്ഞ നമ്മൾ ചെയ്തിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഗോപിനാഥ് മുതുകാട് അവിടെ മാജിക് പ്ലാനറ്റില് കണ്ടിരുന്ന ഓട്ടിസം ബാധിച്ച ഒരു വ്യക്തിയുടെ മാതാപിതാക്കള് അവരെ പോയിട്ടുള്ള അനുഭവവും കാര്യങ്ങളുമാണ്. 2ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ജയസ് അടൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ അവിടെ പോയി കണ്ട് അവിടുത്തെ കാര്യങ്ങള് അതിനെപ്പറ്റി റിപ്പോർട്ട് നൽകുകയും അതിനെപ്പറ്റിയുള്ള ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ വായിച്ചു. അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക എന്ന് പറയുന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു. എനിക്ക് മുതുകാട് സാറിന് എനിക്ക് നല്ലൊരു ബഹുമാനമുള്ള വ്യക്തിയാണ്. അതേപോലെ എനിക്ക് ഈ ഒരു ഇഷ്യൂല് ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ എനിക്ക് അതിൽ നിന്നൊരു കഴിഞ്ഞ 2 വട്ടം നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ മാതാപിതാക്കൾ പറഞ്ഞതിൽ ഒരു പരിധി വരെ ജെന്യൂനിറ്റിയുണ്ടെന്നും അത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. ഇപ്പൊ നമ്മുടെ ട്രിക്സ് ചാനലില് നമ്മുടെ ഫാസിൽ ആള് തുടങ്ങുന്ന തന്നെ ഫാസിലൊക്കെ പറയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഞാനിത് ചെയ്തിരുന്നില്ല, അത് തിരക്കിലായിരുന്നു, വേറെ എന്തോ വ്യക്തിപരമായ ഇഷ്യൂസ് ഒക്കെ ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ആളത് ചെയ്തിരുന്നില്ല. ഇന്നിപ്പോ പക്ഷെ ആദ്യത്തെ വീഡിയോ ആള് ചെയ്യുമ്പോ ആള് തുടങ്ങിയ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ എന്താ പറയാ, അവിടുത്തെ മാതാപിതാക്കൾ അവിടെ കണ്ട വിഷയങ്ങളോ അല്ലെങ്കിൽ അവര് പരാതി പറഞ്ഞ വിഷയങ്ങളോ കാര്യങ്ങളോ അല്ല. ആള് തുടങ്ങിയത് നമ്മുടെ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഇതേപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷിഹാബ്, ആളൊരു പത്രസമ്മേളനം നടക്കുകയും പത്രസമ്മേളനത്തിൽ നടത്തിയ കാര്യങ്ങളും പിന്നെ ആള് പറഞ്ഞ കാര്യങ്ങളും ഒരുപാട് വ്യത്യസ്തങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളൊരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ സത്യത്തിൽ തോന്നിയത്, ഞാൻ അപ്പൊ അത് ആലോചിച്ചിരുന്നു, കാരണം എന്തുകൊണ്ട് മുതുകാട് സാർ ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഒരു വീഡിയോ വരാത്തതെന്ന്. മുതുകാട് സാറ് പറയുന്നതിന് പകരം ഇങ്ങനെ കൊണ്ട് പറയിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഫാസിലിക്കാൻ എനിക്ക് നല്ല ബഹുമാനം, ഞാൻ ആ ചാനലിലെ സബ്സ്ക്രൈബറും കൂടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളെ തുറന്നു കാണിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും നമ്മളതിന്റെ ഇതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഷിഹാബിന്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ന്യായീകരണത്തിന് വേണ്ടിയിട്ട് ഷിഹാബായിട്ടുള്ള ഇഷ്യൂസിന്റെ ന്യായീകരണത്തിന് വേണ്ടി മുതുകാട് സാർ വെച്ചതാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ആ ഷിഹാബിന്റെ പത്രസമ്മേളനം നടക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഇടപെടാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, അത് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി പുറത്തേക്ക് പോവുകയും 2018 പുറത്തേക്ക് പോയും ഇനി 2023 ആ വ്യക്തി പത്രസമ്മേളനം നടത്തി പറയുകയാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ വ്യക്തി അവിടെ വർക്ക് ചെയ്തിരുന്നു, അതായിട്ട് വ്യക്തിപരമായ ഇഷ്യൂസ് ആയിരിക്കും. പക്ഷെ നമ്മൾ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ പറഞ്ഞ സാധനമല്ല. അതായത് അവിടെ അനുഭവിച്ചിരുന്ന അവിടുത്തെ കുട്ടികളെ ഓട്ടിസം ബാധിച്ചിരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അവര് പറഞ്ഞ കാര്യങ്ങളും അവരനുഭവിച്ചിരുന്ന മോശം കാര്യങ്ങളും ഒരുപാട് വ്യക്തിപരമായി തന്നെ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് നമുക്ക് അന്ന് ഞാൻ ഇട്ട വീഡിയോയില് ഒരു പിതാവ് അവിടെ വന്ന് പറയുന്നത്. അതാണെങ്കിൽ ഓട്ടിസം ക്ലബ്ബ് സെക്രട്ടറിയും കൂടിയാണ്. അപ്പൊ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമവശങ്ങളും ആൾക്കറിയാവുന്ന ആളാണ്. ആളും വളരെ കൃത്യമായിട്ട് എന്താ പറയാ, വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു മുതുകാട് സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് നമുക്ക് ആ വീഡിയോയിൽ മുഴുവൻ പറയുന്നത്. അതിനെ പറ്റി ഒന്നും പ്രതിപാദിക്കാതെ അതിന് എന്താ പറയാ, അതിനൊരു മറുപടി എന്നോണം പറയാ. മുതുകാട് സാറിന് ഒരു 10 മിനിറ്റിന് വീഡിയോ ഞാൻ കണ്ടിരുന്നു, അതിനെ കുറിച്ച് ഞാൻ ഒന്നും പറയാണ്ടിരുന്നത്. കാരണം അതിലൊന്നും ഒരു ന്യായീകരണം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ നമ്മളെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഓട്ടിസം ബാധിച്ച് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ സമൂഹത്തിന് കൂടി ഉത്തരവാദിത്തമാണ്. അതിന് മുതുകാട് സാർ ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ഐഡിയ കൊണ്ടുവരികയും അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരികയും ചെയ്യും. അതിലുണ്ടായ ചെറിയ ഇഷ്യൂസ് എന്ന് പറയുന്നത് അത് ക്ലാരിഫൈ ചെയ്യുക തന്നെ വേണം. അങ്ങനത്തെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂസിനൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട്
ഇതേപോലെയുള്ള ഒരുപാട് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം നമ്മുടെ സ്ഥലത്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ മാജിക് പ്ലാനറ്റ് അല്ലെങ്കിൽ DAC എന്ന് പറയുന്ന മാനീയമായ പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുനടക്കണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പറയുന്നത്. അതിനെ ഇന്നിപ്പോ സീക്രട്ട് ഏജന്റിൽ വേറെ വീഡിയോ വന്നിട്ടുണ്ട്, ഇപ്പൊ ഷിഹാബ് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിനെ ഇനിയിപ്പോ എന്താ പറയാ വീണ്ടും ആ മെയിൻ ഇതിൽ ചർച്ച ചെയ്യേണ്ടതായ മെയിൻ ടോപ്പിക്കിൽ നിന്ന് മാറിക്കൊണ്ട് ഇവര് തമ്മിലുള്ള വ്യക്തിപരമായ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഈ വിഷയത്തിനെ അലങ്കോലാക്കാനാണെന്നാണ് എന്റെ ഒരു സംശയം. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോവാണ്ട് ആ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്ന വിഷയം അതിനൊരു ശാശ്വത പരിഹാരം കൊടുക്കുകയും അവിടെയുള്ള വിഷയങ്ങൾ പരിഹരിച്ച് നല്ല രീതിയിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുനടക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അതാണ് എന്റെ അഭിപ്രായം. ഇതിലുള്ള വീണ്ടും ഇനിയിപ്പോ ഇതേ തുടർന്നൊരു എന്താ പറയാ ഈ ഷിഹാബ് വീഡിയോ ഇടുന്നു, സീക്രട്ട് ഏജന്റ് വീഡിയോ ഇടുന്നു, അതിലേക്ക് പോവാതെ ഇതിന്റെ മുതുകാടുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അവിടെ ക്ലിയർ ചെയ്ത് ആ ഒരു പ്രസ്ഥാനത്തിന് നല്ല രീതിയിൽ നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. ഓക്കെ, ബൈ.